ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പോർച്ചുഗലിലെ ലിസ്ബണിലാണ്. ഞാൻ ഇവിടുന്ന് ഇതേ ഫ്ലിക്സ് ബസ് എടുത്തിട്ട് നെക്സ്റ്റ് സ്പെയിനിലേക്ക് പോവാണ്, മാഡ്രിഡിലേക്ക് പോകാൻ നിൽക്കുകയാണ്. സോ ഇതാണ് എൻ്റെ ബസ്. ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ ബാഗ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഡ്രൈവറിനെ വെയിറ്റ് ചെയ്യുവാണ്. ബാഗ് വെച്ചിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. അപ്പോൾ മോർണിംഗ് തന്നെ ഞാൻ പോകുന്നത് ഇപ്പോൾ ഒരു 11 മണിക്കാണ് ബസ്. സോ ഞാനിതാ ഫുഡ് ഒരു ചിക്കനെല്ലാം മേടിച്ച് €6 ആണ്. ജസ്റ്റ് ചിക്കൻ ഗ്രിൽഡാണ്. സാലഡിനെല്ലാം വീണ്ടും €2 ആണ്. അപ്പോൾ ഞാൻ പിന്നെ ഇത് ചിക്കൻ മാത്രം മേടിച്ചു. അതാണ് ഞാൻ കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സോ ഇവിടെ നിന്ന് ഏകദേശം ഒരു 7 മണിക്കൂർ ബസ്സിലിരിക്കാനുണ്ട്. ബാഗിനെന്തോ ഭയങ്കര വെയിറ്റ് ഫീൽ ചെയ്യാം കേട്ടോ. എനിക്കറിയില്ല, ഞാൻ ഓൾറെഡി കയ്യിലും ഒക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു ഫോണും കൂടെ ഇങ്ങനെ പിടിച്ചപ്പോൾ ഭയങ്കര വെയിറ്റ് തോന്നുന്നുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യണേ, അതിനത് കഴിഞ്ഞിട്ട് വേണം എനിക്കത് വെക്കാൻ. കുറേ നേരമായിട്ട് ബസ്സിലായിരുന്നു. 11 മണിക്ക് ബസ്സിൽ കയറിയിട്ട് സമയം 3 മണിയായിട്ടുണ്ട്. അപ്പോൾ ഒരു 40 മിനിറ്റ് ഇവിടെ ബ്രേക്കാണ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനെല്ലാം പോയി. ഞാൻ ചിക്കനിൻ്റെ ഗ്രില്ല് മേടിച്ച് കഴിച്ചുകൊണ്ട് എനിക്ക് വിശക്കുന്നില്ല. കാരണം പ്രത്യേകിച്ച് നമ്മൾ നടക്കുന്ന കലോറീസ് ഒന്നും ബേൺ ചെയ്യുന്നില്ലല്ലോ. കലോറി ഇൻടേക്ക് മാത്രമല്ലേ ഉള്ളൂ, വെറുതെ ഇരിക്കുമല്ലേ ബസ്സിൽ തന്നെ. അപ്പോൾ രാത്രി 8 മണിക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ എത്ര മണിക്കൂറുണ്ട്? 11 മുതൽ എന്താ പറയുക 9 മണിക്കൂർ, 10 മണിക്കൂറോളം ഉണ്ട്. കണ്ടോ, ഇതാണ് നമ്മൾ വന്ന ബസ്. സോ അതിൻ്റെ ഉള്ളിൽ എല്ലാവരും കഴിക്കാൻ വേണ്ടി പോയിട്ടുള്ള ബസ് അടച്ചിട്ടാണല്ലേ, അല്ലെങ്കിൽ ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ കയറിയിരിക്കായിരുന്നു. വെയിലുണ്ട് നല്ലപോലെ, പക്ഷെ എന്നാലും നല്ല തണുത്ത ഫ്രീസിങ് ആയിട്ടുള്ള കാറ്റെല്ലാം വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ക്ലോസ് ഫ്രണ്ട്, എൻ്റെ എവറിത്തിങ്, എൻ്റെ ഫ്രണ്ട് ശ്രുതി. സോ അവൾ വന്നിട്ടുണ്ട്. എന്താ പറയുക, ഇറ്റലിയിലാണ് അവളുണ്ടായിരുന്നത്. ഇറ്റലിയിൽ നിന്നെല്ലാം ഫ്ലൈറ്റ് എല്ലാം എടുത്തിട്ട് അവൾ മാഡ്രിഡിലെത്തി. സോ അവളെ കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. മുന്നേ എൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം, ഇറ്റലിയിൽ അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. റോമിലെല്ലാം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. എൻ്റെ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുണ്ട് 5 മണിക്കൂറെല്ലാം. ബോറടിക്കുന്നുണ്ടായി ബസ്സിലിരുന്നിട്ട്. ബസ്സിലിരുന്നൊന്നും ചെയ്യാനില്ലല്ലോ, ചുമ്മാ ഇരിക്കുക. ഞാനിങ്ങനെ മൂവീസൊക്കെ കണ്ടിട്ടിരുന്നു. പിന്നെ ടൈം പോകുന്നില്ല. എനിക്കാണെങ്കിൽ ഡേ ടൈമിൽ അങ്ങനെ ഉറങ്ങാനും അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ഇന്നെല്ലാം പിന്നെ ഞാൻ ഉറങ്ങുകയും ചെയ്തു. പിന്നെ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ വണ്ടി മൂവ് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. പിന്നെ കുഴപ്പമില്ല. എന്തായാലും ഇന്ന് ഫുൾ ഡേ ബസ്സിലാണ്. ഇനിയിപ്പോൾ രാത്രി 8 മണിക്ക് അവിടെ എത്തുള്ളൂ. അതുവരെ ഇങ്ങനെ ബസ്സിൽ തന്നെ ബോറടിച്ചിരിക്കണം കേട്ടോ. ഫൈനലി നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ സ്പെയിനിലെത്തിയിട്ടുണ്ട്. വെൽക്കം ടു സ്പെയിൻ. ഞാൻ സ്പെയിനിൽ ലിസ്ബണല്ലോ, എൻ്റെ മാഡ്രിഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ട് ഞാൻ മെട്രോയിൽ എടുത്തിട്ടാണ് വന്നത്. ഒരു മെട്രോ കാർഡൊക്കെ എടുത്തു. ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. വന്നിറങ്ങിയപ്പോൾ തന്നെ കുറേ എന്താ പറയുക യൂറോ എല്ലാം കൊടുത്തിട്ടാണ് കാർഡെല്ലാം എടുക്കേണ്ടത്. ഇവിടെ ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് റൈഡിനെല്ലാം എടുക്കുന്നത് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. യെസ്. സോ ശ്രുതിനെ ഓൾറെഡി പഴയ വീഡിയോ എന്ത് നടക്കാനുള്ള സമയമാണ്. ഇത് റെഡായിട്ട് നടക്കുന്നത്, അതുവരെ നടന്നിട്ടില്ല. സോ ശ്രുതിനെ ഓൾറെഡി ഇറ്റലിന്റെ പഴയ വീഡിയോ കണ്ടവർക്കറിയാം അല്ലേ. സ്പെയിനിലൊന്ന് വീണ്ടും കണ്ട്. സോ നമ്മളെ കൂടെ വേറെ 2 പേരും കൂടെ ഉണ്ട് കേട്ടാ. ഹലോ പേരെന്തായിരുന്നു? കൃഷ്ണ. വിജയ്. ഓക്കെ. ഷൈയാണ് കേട്ടോ. പിള്ളേർ ഇവിടെ പഠിക്കുന്നതല്ലേ. ഇത്രയുള്ള +1 +1 10ാം ക്ലാസ് എത്തിയിട്ടുള്ളൂ. ഓക്കെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് കേട്ടോ. സോ നമ്മൾ മെട്രോ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ്സ് വാക്കിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇത് കാനഡ തന്നെ മറ്റേലല്ലേ, മറ്റേ ടൈപ്പ് അല്ല അതല്ലേ? ഇത് സ്പാനിഷ് ആചാരമാണ് ഗൈസ്. അതെയാ? എന്താണ്? എനിക്ക് കൂട്ടായിട്ടുണ്ട്. അതെ. താങ്ക് യു. നമ്മൾ ഇനി സ്പെയിനിന്റെ കുറെ കാണാൻ കാഴ്ചകളിലേക്ക് നിങ്ങളെ നമ്മൾ കൊണ്ടുപോകുന്നത്. ഇന്തോനേഷ്യ ക്യൂട്ടാണോ? തടി കുട്ടനാണോ? ഫാറ്റ് കാറ്റ്. ഐ നീഡ് എ ഫാറ്റ് കാറ്റ്. മ്യാ. സോ ക്യൂട്ട്. വാടി ഇട്ടിടുവനി. എന്ത് രസാ. ഓ സോ ക്യൂട്ട്. ഇങ്ങോട്ട് വാ. നീ ഇതിന്റെ അപ്പുറത്ത് പോയി നിക്കല്ലേ. കടി വാങ്ങോ? ചുട്ടുപണിയാണ്. പിടിച്ച് കടി വാങ്ങരുത്. സോ ക്യൂട്ടടാ എൻ്റെ മോനെ. എന്ത് ക്യൂട്ടാ.
കടി കിട്ടിയൊരു സുഖം സ്പാനിഷ് കടി കഴിക്കും. ഇവിടെ വീട്ടിലെത്തിയിട്ട് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാൻ ഓർത്തത്. നല്ല ചോറും ബീട്രൂട്ടും നല്ല പോർക്കിന്റെ കറി തീർത്ത് ഇവിടെ ഒരാള് ഫുള്ള് തീർത്ത്, ഞാനും കുറെ തീർത്ത്. പിന്നെ എന്തോ ഒരു ഇവിടുത്തെ എന്തോ സ്നാക്ക്, ഇതെന്തോ കാണും, അതിന്റെ പേരെന്താ പേരറിയില്ലേ, പേരറിയാത്തൊരു ഇതില് ഫുള്ള് എന്താ വാൾനട്ട് ഉണ്ടായിരുന്നു. വാൾനട്ട് പെറുക്കി തിന്നു ഞാൻ മൊത്തം. യെസ്, അത് മൊത്തം പെറുക്കി തിന്നു ഞാൻ. പിന്നെ ഇവിടെ ഇതുണ്ട് യോഗട്ട്. ഹലോ, ഇന്നലെ റൂമിലെത്തിയിട്ട് പിന്നെ ഞാനും ശ്രുതിയും കുറേ നാൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് കഥയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കിടന്നുറങ്ങി. നെക്സ്റ്റ് എണീച്ചിട്ടും പിന്നെയും നമ്മളിങ്ങനെ ഭയങ്കര ലേസി വെതറൊക്കെ ആയിരുന്നു, നല്ല തണുപ്പായിരുന്നു. ഇപ്പോൾ 0 ഡിഗ്രി ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ല തണുപ്പായതുകൊണ്ട് നല്ല കിടന്നുറങ്ങിയില്ല, ബട്ട് സ്റ്റിൽ അവിടേക്ക് ഇരുന്ന് ഭയങ്കര ലേസി ആയിട്ട് ഇരുന്നു. പുറത്തൊന്നും ഇറങ്ങിയില്ല. അപ്പോഴേ വൈകുന്നേരം ആയപ്പോഴാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. അതേ എൻ്റെ ബാക്കിൽ കാണാൻ പറ്റും. ഇത് മാൻഡ്രിഡ് ഒരു സിറ്റീൻ്റെ ഒരു ടൗൺ സെൻറ്ററിലാണ് ഉള്ളത്. ഞാൻ നോക്ക്, അടിപൊളി എന്താ പറയുക, ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ക്രൗഡാണ്. ഇതേ ഇവിടെ കണ്ടോ, അവിടെയൊക്കെ നോക്ക്, കംപ്ലീറ്റ് ക്രൗഡായിട്ടാണ് ഉള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു ടൈമിൽ. അങ്ങോട്ടൊക്കെ ഉണ്ടോ, എല്ലാ ഏരിയയിലേക്കും നല്ല രീതിയിൽ ക്രൗഡെല്ലാം ആയിട്ട് അങ്ങനെ ഒരു ടൈമാണിത്. ഇവിടെ നമ്മുടെ കൂടെ ശ്രുതിയും എല്ലാ പിള്ളേരും ഉണ്ട്. ഹായ് ഹായ് ഹായ്, ഹലോ 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 ഹലോ. ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ആണോ, എല്ലാവരും ഫുള്ളി കവേർഡാണ്, കാരണം നല്ല രീതിയിൽ തണുപ്പുണ്ട്. അതുകൊണ്ട് അപ്പോൾ വേറെ കുറച്ച് മലയാളീസൊക്കെ എന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ യൂറോപ്പിൽ ആക്ച്വലി യൂട്യൂബ് ചാനൽ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എന്തോ പോലെ എനിക്ക് ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കാൻ രസമാണ്, പക്ഷെ വീഡിയോ എടുക്കാൻ എന്തോ ഒരു ഇതുള്ള പോലെ ഫീൽ ചെയ്യും. നല്ല രസമാണ്. നമ്മൾ ആ വീഡിയോ എടുക്കാൻ മറന്നു പോവാണ് ആക്ച്വലി പല സമയത്തും. ഇവിടെ നോക്ക്, ഇവിടെ ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് കാര്യങ്ങളുണ്ടോ, സ്ട്രേഞ്ചർ തിങ്സിൻ്റെ എന്തോ സംഭവമൊക്കെ കാണിക്കുന്നുണ്ട് നെറ്റ്ഫ്ലിക്സിൻ്റെ. ഇതെല്ലാം ഭയങ്കര വൈബാണ് ആക്ച്വലി. ഇതുവഴിയെല്ലാം ഇങ്ങനെ നടക്കാനും പോകാനും ഒക്കെ കേട്ടാ. ഇത് കണ്ടാ ഫുള്ള് ഇങ്ങനെയല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെയൊക്കെ വന്നത് എന്ത് നൈസാ. നമ്മളെ നൈറ്റൊന്നും നമുക്ക് ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും പോരാ, ഇങ്ങനത്തെ ഒന്നും ഒരു ഓപ്പർച്യൂണിറ്റി ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഭയങ്കര രസമാണ് ഇവിടെ എല്ലാം ഇങ്ങനെയെല്ലാം കാണാനും നോക്കാനും ഒക്കെ കേട്ടാ. ഭയങ്കര മൊത്തത്തിൽ അടിപൊളിയാണ്. നമ്മളിതാ അതുവഴിയെല്ലാം നടന്നു വന്ന് ഫുൾ ക്രൗഡായിരുന്നു കേട്ടോ. കേട്ടോ, ഓരോ ഏരിയയിലും നല്ല രീതിയിൽ ക്രൗഡാണ്. നമുക്ക് നടക്കാൻ തന്നെ പറ്റുന്നില്ല, കാരണം ഈ ഒരു ടൈമിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ എവിടെ ചെന്നാലും ഭയങ്കര ക്രൗഡാണ്. ഈ ഒരു ഏരിയയിലാണ് ഒരു ക്രൗഡ് കുറഞ്ഞത്. അപ്പോഴാണ് ഞാൻ ഫോൺ എടുത്തത്. യൂറോപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഫോണെല്ലാം സേഫായിട്ട് വെച്ചില്ലെങ്കിൽ ഫോണും ഇതെല്ലാം ഇവർ അടിച്ചുകൊണ്ട് പോകും. പറയാൻ പറ്റില്ല, ഇതിൻ്റെ ഇടയിൽ ഒരുപാട് എമിഗ്രൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇഷ്യൂസ് എല്ലാം ഉണ്ടാവും. സോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സേഫായിട്ട് ഒരു സ്പേസ് കിട്ടിയപ്പോഴാണ് ഞാൻ എടുക്കുന്നത് തന്നെ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ടുണ്ടാവില്ല. ഇവിടുത്തെ സ്പാനിഷ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്, എനിക്ക് കേട്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. മുന്നേ ഞാൻ ലാറ്റിൻ അമേരിക്കയിലെല്ലാം ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കേട്ടാൽ മനസ്സിലാവുമായിരുന്നു, പക്ഷേ ഇവിടുത്തെ എന്തോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്പാനിഷ് ആയിട്ട് എനിക്ക് കേട്ടാലൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എൻ്റെ കൂടെ വേറെയും കുറേ മലയാളീസ് എല്ലാം ഉണ്ട്. ശ്രുതി, ഞാനും പിന്നെ വേറെ കുറേ മലയാളീസ് എല്ലാം കാണാം കേട്ടോ ഇവിടെ. ഹലോ ഹലോ ഹലോ, ഹായ് ഹായ്. ഇവരെല്ലാവരും നാട്ടിൽ എവിടെയായിരുന്നു? ആലപ്പുഴ അങ്കമാലിയൊക്കെ അല്ലേ? ആലപ്പുഴ അങ്കമാലി. ഓക്കെ. സോ നമ്മളെല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുവാണ്. നമ്മളിങ്ങനെ അടുത്ത ഓരോ ലൈറ്റ് കണ്ട് ഇങ്ങനെ ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗം പോലെയാണ് കേട്ടോ. പ്ലാസ മെജോർ എന്നാണ് ഈ ഒരു ഏരിയക്ക് പറയുന്നത്. ഇവിടെയൊക്കെ എന്താ വെള്ളം എന്നാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ മഴയൊന്നും പെയ്തില്ലല്ലോ, അതോ നേരത്തെ മഴ പെയ്തായിരുന്നാ? ഈ സ്പാനിഷ് മസാല സിനിമയില്ലേ, അതിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സ്ഥലം ഈ ഒരു സ്പെയിനിലെ മാൻഡ്രിഡിലെ പല ഏരിയാസാണ് കേട്ടോ. ഞാൻ ആ മൂവി കണ്ടിട്ടില്ല, അപ്പോൾ കണ്ടവർക്ക് മേ ബി ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. പക്ഷെ ഞാൻ പോകാത്തതുകൊണ്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ പോകാത്തതുകൊണ്ടല്ല, ഞാൻ കാണാത്തതുകൊണ്ട്. ആ മൂവി കണ്ടവർക്ക് ഐഡിയ ഉണ്ടാവും. ഞാൻ ഇന്നലെ ഫുള്ള് നൈറ്റെല്ലാം കറങ്ങിയിട്ട് നൈറ്റ് ഉറങ്ങിയിട്ടല്ല, രാവിലെ 6 മണിക്കെല്ലാം റൂം പോയിട്ട് ഉറങ്ങിയത്. ഇപ്പം നെക്സ്റ്റ് ഡേ ഈവനിങ് ആയിട്ടുണ്ട്, ഫുൾ അവിടെ തന്നെ ആയിരുന്നു. ഇപ്പം ഞാനിതാ ഇനി നെക്സ്റ്റ് ട്രാവൽ മൊത്തം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് MSRൻ്റെ ഒരു ബ്രാൻഡാണത്, അതിൻ്റെ ഒരു സാധനം മേടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. US ബ്രാൻഡാണ്. US അതിന് റേറ്റ് കുറവ്, പക്ഷേ ഇവിടെ 100-150 യൂറോ എല്ലാം ഉണ്ട് കേട്ടോ. അവിടുന്ന് മേടിക്കാണ് ഞാൻ ഇവിടെ മേടിക്കുന്നത്. അവിടെ $150 ഉള്ളൂ, ഇവിടെ യൂറോ ഇത്രയും യൂറോ ഉണ്ട്. ഞാനത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ, ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് മൊത്തം ശ്രുതിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ജീൻസ് ഉൾപ്പെടെ ഇട്ടേക്കുന്നതും ഇതൊക്കെ ഇവിടെ യൂറോപ്യൻസ് ആണ്. ഇങ്ങനെ വിൻ്ററിലെല്ലാം ഇടാം കേട്ടോ. പിന്നെ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഒരു ഇതൊക്കെ ഉണ്ട്. സോ നോക്കട്ടെ, നോക്കിയിട്ട് ഇത് പറയാം. Gas ones at least, the fuel ones I'm not sure. Okay.
അവിടുന്ന് ഗ്യാസ് സ്റ്റവ് ഒക്കെ വാങ്ങിയിട്ട് ഇറങ്ങി നടന്ന് നമ്മളിപ്പോൾ അവിടെ മാഡ്രിഡ് പാലസ് ആ ഒരു ഏരിയയിലൊക്കെയാണ്. ഇതെല്ലാം ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. നൈറ്റെല്ലാം കാണാൻ നല്ല രസമുണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഇന്ന് മൺഡേ ആയതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലാണ്ട് നല്ല പീസ്ഫുൾ ആയിട്ട് കാണുന്നത്. വീക്കെൻഡിലും എല്ലാം ആയിരുന്നെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. ഞാൻ ശ്രുതിയും കൂടാണ് കേട്ടോ വന്നിട്ടുള്ളത്. യാ പാലസും മ്യൂസിയവും. അത് മ്യൂസിയം ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് പാലസും. ശ്രുതി കുറച്ചാളെ എയറിലായിരുന്നു ഇറ്റലിയിൽ. എന്തായിരുന്നു ഹോസ്പിറ്റൽസ് ക്ലോസ് ആവുന്ന് പറഞ്ഞത്. ഇല്ല, അത് ശരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടില്ലേ, നമ്മള് പറയുമ്പോഴത്തേക്ക് എന്തായിരുന്നു നീ പറഞ്ഞത്? വിന്റർ ആക്ച്വലി ഓഗസ്റ്റിലെ ലാസ്റ്റ് ഡേറ്റ് കംപ്ലീറ്റ്ലി എല്ലായിടവും ക്ലോസ് ആയിരിക്കും, ഇൻക്ലൂഡിങ് ഹോസ്പിറ്റൽസ് ഉൾപ്പെടെ. ആ ലാസ്റ്റ് ഫെറി ഡേറ്റിൽ അവർ വർക്ക് ചെയ്യില്ല. സ്പാനിഷുകാരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇറ്റലിയിൽ ഹോസ്പിറ്റൽസ് അങ്ങനെ ക്ലോസ് ആവുന്നത് ഇറ്റാലിയൻസ് പറയുന്ന ഒരു വീഡിയോ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പറയുമ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും തള്ളുന്നു. അതങ്ങനെ മലയാളികൾ എന്തെങ്കിലും പറഞ്ഞാൽ തള്ളു. അവരുടെ രാജ്യത്തില് അതെ. ഇറ്റാലിയൻസ് പറയുമ്പോ ഓക്കെ. അതാണ്. പിന്നെ ക്ഷമിച്ചിരിക്കുന്നു ഞാൻ എന്നോട്. അതോടുകൂടി ഊഹാപോഹങ്ങൾ പറയുന്നത് ഞാൻ അങ്ങോട്ട് നിർത്തി. പക്ഷെ അത് ശരിക്കുള്ള കാര്യം തന്നെയാണ്. ഇവിടെ മ്യൂസിയം, ഇത് കാത്തഡ്രലും, അത് മ്യൂസിയം. അതിന്റെ മ്യൂസിയം കാത്തഡ്രൽ. അവിടത്തെ എൻട്രി ഫീസ് ആണെങ്കിൽ 14 euros ഉണ്ട് കയറി കാണാൻ. ഇവിടെ പിന്നെ എവിടെ ആണെങ്കിലും എല്ലാത്തിനും ആ റേറ്റ്. പിന്നെ വെസ്റ്റേൺ യൂറോപ്പിലെ ഏറ്റവും വലിയ പാലസ് ആണിത്. അവിടുന്ന് തിരിച്ച് നമ്മൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. ഇത്രയും ദിവസം നമ്മൾ ട്രെയിനിലും മെട്രോയിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ബസ്സിലെല്ലാം കയറിയിട്ടാണ് പോകുന്നത്. ഹലോ, ഞാനിതേ ഇന്നലെ ഗ്യാസ് സ്റ്റവ് ഒക്കെ മേടിച്ചിട്ട് പിന്നെ അവിടുന്ന് അത് കറങ്ങിയതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് പോയി. പിന്നെ ഇന്നലെ നൈറ്റ് ഉറക്കം ഉണ്ടായിരുന്നില്ല. നൈറ്റ് ഫുള്ള് അവിടെ സംസാരിച്ചൊക്കെ ഇരുന്ന്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഉറങ്ങാത്തതുകൊണ്ട് തന്നെ പിന്നെ ഉച്ചയായപ്പോഴാണ് എണീച്ച്. ഉച്ചയ്ക്ക് കുറച്ചേരം ഉറങ്ങി. എന്നിട്ട് ഉച്ചയ്ക്ക് എണീച്ചതേ മോർണിംഗ് ഉച്ച സമയത്ത് നമ്മളിതാ ഇവിടെ വന്ന് പകൽ വെളിച്ചത്തിൽ ഇപ്പോഴാണ് ആക്ച്വലി മാഡ്രിഡ് ഞാൻ കാണുന്നത് തന്നെ. ഞാൻ ഫുള്ള് നൈറ്റ് മൊത്തമാണ് കറങ്ങിക്കൊണ്ടിരുന്നത്. പകലാണെങ്കിൽ ഏറ്റവും ബെറ്റർ, കാരണം കുറച്ച് വെയിലും ഉണ്ടാവും, കുറച്ച് തണുപ്പുണ്ടാവും. ശ്രുതി ഞാനും കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്ക്, ഇത് മാഡ്രിഡ് തന്നെ വേറൊരു ഏരിയയിലാണ് എത്തിയിട്ടുള്ളത് കണ്ടോ. ഇത് പിന്നെ ഇവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇറ്റലിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവളെയും കൂടെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. ഹായ്. അല്ല, എവിടെ കാണുന്നില്ലേ? സോ നമ്മളിതാ അതുവഴിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഹലോ അനുഷ്ക, ഇത് അനുഷ്ക നാട്ടിൽ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഡൽഹി, റൈറ്റ്? യാ. സോ ഇറ്റലിയിൽ തന്നെയാണ് പഠിക്കുന്നത്, റൈറ്റ്? സ്റ്റഡി ഇൻ ഇറ്റലി. ഓക്കെ. ശ്രുതിൻ്റെ ചങ്കാണ്. അപ്പോൾ ഇങ്ങോട്ട് ഫ്ലൈറ്റ് എടുത്ത് വന്നിട്ടുള്ളതാണ്. സോ നമ്മളിതേ ഇതെവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? എൻ്റെ ലാറ്റിൻ അമേരിക്കൻ വീഡിയോസിൽ ഞാൻ എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്ന സാധനമാണ് എൻപനാദാസ്. കണ്ടോ, പോയോ കാർനെ, കെസോ എന്ന് പറഞ്ഞാൽ ചീസ്. അതെല്ലാം എന്തേ ഇവിടെ കണ്ടപ്പോൾ ഞാൻ ഒരു പോയോൻ്റെ 3 എണ്ണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു അറൗണ്ട് 3 euro ഒക്കെയാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു 300 rupees ഒക്കെയാണ് വരുന്നത് ഒരു എൻപനാദയ്ക്ക്. അവിടെ ലാറ്റിൻ അമേരിക്കയിൽ ഇന്ത്യ റുപ്യ 50 രൂപ 60 രൂപ. യാ, വെരി ചീപ്പ്. കൊളംബിയ, എവ്രിവെയർ ഇറ്റ്സ് സോ ചീപ്പ്. മോർ ബിഗ്. യാ, ഇവിടെ നോക്ക്, സ്ട്രീറ്റിലൊക്കെ എന്ത് തിരക്കാന്ന്. ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഫുൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അങ്ങ് ദൂരേക്കെല്ലാം നോക്കിക്കഴിഞ്ഞാണല്ലോ, ഒരു ഹൈറ്റ് കാരണം അങ്ങോട്ട് കാണാൻ പറ്റത്തില്ല. നമുക്ക് മൊത്തം ഫ്രഷ് ആയിട്ടാണുള്ളത്. നമ്മളിങ്ങനെ ഇതുവഴിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ശ്രുതിൻ്റെ വേറൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാ നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു എന്താ വീഡിയോ എടുക്കാത്തത് അങ്ങനെ എങ്ങനെയെന്നെല്ലാം. ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയില്ല എന്താ പറയുക ഇങ്ങനെ പോകാൻ വീഡിയോ എടുക്കുക അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. ഓൾറെഡി ഞാൻ മാഡ്രിഡിൽ വന്നിട്ട് തന്നെ ഇപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞു. ഇനി 26-ാം തീയതി വരെ ഉണ്ട്. 26-ാം തീയതി അല്ല, നാളെ ഞാൻ മേ ബി വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യും. എനിക്ക് ഫെറി ഉള്ളത് വേറെ സ്ഥലത്താണ്. മേ ബി അങ്ങോട്ട് ഹിച്ച് ഹൈക്ക് ചെയ്താലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ ഹിച്ച് ഹൈക്കിങ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണുള്ളത്. ടൈം ഉള്ളതുകൊണ്ട് ഇങ്ങനെ വെറുതെ സിറ്റിയിൽ നിന്ന ടൈം
ഹിച്ചായിക്കുകയാണെങ്കിൽ അതൊരു എക്സ്പീരിയൻസ് ആവും. അതാ ബെറ്റർ എന്ന് ഓർത്തിട്ട് ഞാൻ ഇരിക്കുന്നത്. യൂറോപ്പിൽ ഇതുപോലത്തെ ബിൽഡിംഗ് നമുക്ക് ഒരുപാട് സ്ഥലത്ത് കാണാം കേട്ടോ. ഈ ഒരു ബിൽഡിങ് ഞാനിപ്പോൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുക. നേരത്തെ കണ്ട്, അതല്ലാണ്ട് ഞാൻ വേറെ യൂറോപ്യൻ കൺട്രീസിലൊക്കെയും ഇതുപോലത്തെ ബിൽഡിങ്സാണ്. ഓരോ കോർണറിൽ ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ഈ സെയിം ടൈപ്പ് ഓഫ് ബിൽഡിങ്സാണ് കാണാറ് കേട്ടോ. ഇവിടെ നോക്ക്, നമ്മളൊരു ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടി വന്നപ്പോൾ എന്താ പറയുക, കൾച്ചറൽ ഷോക്ക് എന്നൊക്കെ പറയില്ല, എനിക്കിതിപ്പോൾ ശീലമായി അല്ലേ. നമ്മളെ നാട്ടിൽ കാണുന്ന ആളുകൾക്ക് അത്ഭുതമാണ്. ഒരു ബില്ല് കൊടുത്തു തന്നിട്ട് 4 പേർക്കും ഫോണ് കാണിച്ചെടുത്ത് നമ്മൾ ആപ്പിൾ പേ ചെയ്ത്, എൻ്റെ ആപ്പിൾ പേ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ബില്ല് കൊടുത്തു ഒരാൾ പേ ചെയ്യാം. മേ ബി നമ്മൾ പിന്നെ ഷെയർ ചെയ്യുമായിരിക്കും അല്ലേ, പക്ഷെ അല്ലാതെ നമ്മൾ ചെയ്യൂല. എത്ര? 18 യൂറോ. 18 യൂറോ എന്ന് പറയുമ്പോൾ എത്ര? 1800 ഒരു ജസ്റ്റ് ഒരു കോഫി, ഒരു 3 ഡ്രിങ്ക്സ്. അത് ചീപ്പാണ് കേട്ടോ. അല്ലെങ്കിൽ കൂടുതൽ വേറെ സ്ഥലത്തെല്ലാണെങ്കിൽ കൂടുതൽ പ്രൈസ് ആയിട്ടുണ്ടാവും. സോ ഇതാണ് ശ്രുതിൻ്റെ കാർല എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രണ്ട് കേട്ടോ. ഹോല, കോമ എസ്റ്റാസ്? ഓൾ ഗുഡ്. ഹോല, നമസ്കാരം. നമസ്കാരം. യാ, സുഖമാണോ? ഹൗ ആർ യു? നമസ്കാരം. യാ, നമസ്കാരം. ലൈക്ക് എന്ത് പറയണം? ശുഗം. ശുഗം. നന്ദി, നമസ്കാരം. യാ, താങ്ക് യു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവൾക്ക് കുറച്ച് മലയാളം ഇവള് പഠിപ്പിച്ചെടുത്തിട്ട് വേറൊരു ഫ്രണ്ടും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഹിന്ദിയിൽ പിന്നെ നമ്മൾ ഇടയ്ക്ക് സംസാരിക്കും. അപ്പോൾ താങ്ക് യു. ഹലോ, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസ് ആണ്. ഞാൻ ഇത്രയും ദിവസമായിട്ടും മാൻഡ്രിഡിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. ചുമ്മാ പുറത്തിറങ്ങുന്നു, കറങ്ങി നടക്കുന്നു, വീഡിയോസ് എടുക്കുന്നില്ല. പിന്നെ ഞാൻ ബിയറൊക്കെ അടിക്കുന്നു. യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ ബിയർ അടിക്കാൻ തോന്നും. അങ്ങനെ ബിയർ അടിക്കുന്നുണ്ടായി. അങ്ങനെ അത് മാത്രമാണ് ആകെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഫൈനലി ഞാനിപ്പോൾ ദാ ഈ ഒരു ട്രക്കിൽ ലിഫ്റ്റ് അടിച്ചു. ഇവിടുന്ന് നെക്സ്റ്റ് കൺട്രി മൊറോക്കോ ആണ്. മൊറോക്കോയിലേക്ക് പോണത് ഫെറി എടുത്തിട്ടാണ്, ഫ്ലൈറ്റ് എടുത്തിട്ടല്ല. അപ്പോൾ ഫെറീൻ്റെ അങ്ങോട്ട് എത്താൻ ഏകദേശം ഒരു 750-800 കിലോമീറ്റർ പോകാനുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു വണ്ടിയിൽ ഇവിടെ നമുക്ക് യൂറോപ്പ് ലിഫ്റ്റ് അടിക്കുമെന്ന് പറയുമ്പോൾ ഫ്യൂൽ സ്റ്റേഷനിൽ വന്നിട്ടാണ് ലിഫ്റ്റ് അടിക്കാൻ പറ്റൂ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഓഫായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഫ്യൂൽ അടിക്കണം. അപ്പോൾ ആളിതാ ഫ്യൂൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വണ്ടിയിൽ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. കാദീസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് ലിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. അവിടുന്ന് പിന്നെ ഒരു 150 കിലോമീറ്റർ എനിക്ക് ആൽഗെ സിറാസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് എത്തണം. അപ്പോൾ ആൽഗെ സിറാസിലേക്കാണ് എനിക്ക് എത്തേണ്ടത്. അവിടെ നിന്നാണ് ഫെറി. അതായത് നാളെ ഉച്ചക്കാണ് എനിക്ക് ഫെറി. ഇന്ന് ഉച്ചയായിട്ടുണ്ട്. ഇപ്പോൾ 24 hours ഉണ്ട് എനിക്ക്. ഇവിടുന്ന് സ്പീഡ് ട്രെയിൻ ഒക്കെ ഉണ്ട് കേട്ടോ. ആ ദൂരെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ആ റെഡ് കളറിൽ, അതാണ് ഇവിടുത്തെ സ്പീഡ് ട്രെയിന്. അതെല്ലാം ക്രിസ്മസ് ആയിട്ട് ഭയങ്കര റേറ്റാണ്. റേറ്റ് നമ്മളെ നാട്ടിലെ പോലെ ഫിക്സ്ഡ് റേറ്റ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക, എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 150-200 യൂറോ ഒക്കെ. ഏകദേശം 200 യൂറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20,000 സംതിങ്, 21,000 രൂപയെല്ലാം ഉണ്ട് ജസ്റ്റ് അവിടെ വരെ പോരാ. അപ്പം ഞാൻ അങ്ങനെ ലിഫ്റ്റ് അടിച്ച് എന്തായാലും ഗുഡ്, എനിക്ക് ഈ വണ്ടി കിട്ടി. ബോർഡ് ഞാൻ വെച്ചതാണ് കേട്ടോ. ആ ബോർഡ് എടുത്ത് മാറ്റണം. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നതാണ് സുർ എന്ന് പറഞ്ഞാൽ സൗത്താണ്, അൽഗസിറാസ്, ഈ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ആ ബോർഡ് പിടിച്ചിവിടെ. ബോർഡ് മെയിനാണ്. ബോർഡെല്ലാം കാണുമ്പോഴാണ് എന്താ പറയുക, അവർ ഈസി ആയിട്ട് നമുക്ക് ലിഫ്റ്റ് തരിക. എന്തായാലും കിട്ടി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഏകദേശം 100 കിലോമീറ്ററോളം എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. വൈകുന്നേരമായി. ഇപ്പോൾ സമയം ഒരു 5 മണി 5:30 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും കണ്ടോ ഫുള്ള് സൺസെറ്റ് എല്ലായി. ഭയങ്കര അടിപൊളിയാണ്. ഇത്ര നേരം വെയിലുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ വെയിലൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഈ ഏരിയയിലേക്ക് നല്ല വെയിലുണ്ട്. ഈ റോഡുണ്ടല്ലോ ഒറ്റ സ്ട്രെയിറ്റ് റോഡാണ്, വളവില്ല തിരിവില്ല, ഇങ്ങനെ സ്ട്രെയിറ്റ് ആണേ. ഞാനിതാ വണ്ടി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൺസെറ്റ് എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഞാൻ വാഷ്റൂം പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ് കേട്ടോ. വാഷ്റൂം പോവാണ്. ഇവിടെ എത്തിയപ്പോൾ തണുപ്പെല്ലാം ഉണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്. പക്ഷേ കമ്പയറിങ് ടു അവിടുന്ന് തണുപ്പ് കുറഞ്ഞോ സംശയമുണ്ട്. ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട്, അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. എന്താ ജാക്കറ്റൊക്കെ ഊരി അങ്ങോട്ട് വെച്ചിട്ടുള്ളത്. നല്ല പുള്ളിക്കാരനാണ്. എനിക്ക് എൻ്റെ പഴയ സ്പാനിഷ് എല്ലാം ഞാൻ പൊടി തട്ടിയെടുത്ത്, പിന്നെ കുറേ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എല്ലാം സംസാരിച്ച്. ഇപ്പം ഞാൻ ബാനിയോ എന്ന് ചോദിച്ചു, വാഷ്റൂമിന് ബാനിയോ, അതെല്ലാം മറന്നിരിക്കുമായിരുന്നു.
ഞാനിപ്പോൾ കാദിസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 55 കിലോമീറ്റർ അപ്പുറയാണ് ഉള്ളത്. സോ ഇന്ന് ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. നാളെ ആൾ കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു 35 കിലോമീറ്റർ വേറെ ഡയറക്ഷനിൽ പോകും. ആ 35 കിലോമീറ്റർ കഴിഞ്ഞാൽ ആൾ വണ്ടിയിലെ സാധനങ്ങൾ ലോഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എനിക്ക് പോകാനുള്ളത് അവിടുന്ന് പിന്നെ ഒരു 100 കിലോമീറ്റർ പോകാനുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് ഇവിടെയാണ് കിടന്നുറങ്ങുന്നത്. ഈ ഒരു ട്രക്കിലാണ്. മുകളിലത്തെ നിലയിൽ കിടക്കാം, താഴത്തെ നിലയിൽ കിടക്കാം. അപ്പോൾ ഒന്നിലെ മുകളിൽ ആൾ കിടക്കും, അല്ലെങ്കിൽ ഞാൻ കിടക്കും. അപ്പോൾ അങ്ങനെ കിടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ല തണുപ്പുണ്ട്, ഹീറ്റർ ഉണ്ട്. പക്ഷേ ഹീറ്റർ ഇപ്പോൾ ഓഫ് ചെയ്തേക്കാണ്. പൊതിച്ച് കഴിഞ്ഞാൽ ഒരുപാട് തണുപ്പിലായിരിക്കും. അവിടെ കർട്ടനൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ആ വണ്ടി എന്തോ പൊട്ടി, അതിൻ്റെ സൗണ്ട് കണ്ടോ, എയർ എന്തോ ഇതായിട്ട് അതിൻ്റെ സൗണ്ടെല്ലാം കേട്ടിട്ട് ആളത് നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അതൊരു പയ്യനാണ്. അവന് ജസ്റ്റ് ഇപ്പോൾ ഈ മാസം 18-ാം തീയതി 25 വയസ്സായിട്ടുള്ളൂ കേട്ടോ. പ്രായം കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനം. ലൈക്ക് പ്രായം കൂടുതലുള്ള ആൾക്കാരെപ്പോഴും കുറച്ച് ഇതായിരിക്കും, പേടിയൊക്കെ നമുക്ക് മനസ്സിൽ തോന്നും. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ പേടിയൊന്നും തോന്നില്ല. പിന്നെ അവൻ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ച് കുറേ സംസാരിച്ചുകൊണ്ടിരുന്ന്. അപ്പോൾ എൻ്റെ അടുത്തൊക്കെ ഹായ് പറഞ്ഞ്, ഒരു റഷ്യയിലുള്ളതാണ്. അപ്പോൾ അവിടുന്ന് റഷ്യയിൽ നിന്ന് കാണാൻ ഇങ്ങോട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ലവ് സ്റ്റോറിയൊക്കെ പറഞ്ഞു. അങ്ങനെ സേഫാണ്. അപ്പോൾ ഇന്ന് സേഫായിട്ട് ഞാനിവിടെ ട്രക്കിൽ തന്നെ ഉറങ്ങാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ബോർഡ് കണ്ട ആൽഗിസിറാസൂർ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഹീറ്റർ ഉണ്ട്. ഹീറ്റർ ഇട്ടിട്ട് തന്നെ അത്യാവശ്യം നമുക്ക് തണുപ്പൊന്നും അറിയുന്നില്ല, അതുകൊണ്ട് സീനില്ല കേട്ടോ. എൻ്റെ ബാഗൊക്കെ ഇതാ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.